എന്താണ് എന്റെ പ്രശ്നം? ഈ കാര്യം പറയും. പ്രശ്നമൊന്നുമില്ലടാ, എന്നാലും പറയും. ഞാൻ എൻ്റെ ഇപ്പം എല്ലാത്തിനും ഉണ്ടാവണല്ലോ. ഈ കാര്യം പറയും. എല്ലാം ഒന്നല്ലടാ, എനിക്ക് പണ്ടത്തെ മാതിരി എല്ലാത്തിലും ഓക്കെ ആവാൻ കഴിയണില്ല നിങ്ങളെ മാതിരി. എന്താണ് പ്രശ്നം? എനിക്ക് സെക്ഷുവാലിറ്റിയിൽ ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്കിപ്പോൾ എന്താണാവോ, ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഹലോ, ആ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വരുന്നുണ്ട്. ഇവിടെ എപ്പോൾ വരാം കേട്ടോ. എനിക്ക് കോള് അല്ല ഞാൻ വരാം 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 വരാം. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു തരാം കേട്ടോ. എന്ത് കൊള്ളേണ്ടത്? ഇങ്ങനെ പുറത്തേക്ക് പോവാ, മാറ്റി പോടാ. മകൾക്ക് വല്ലാണ്ടിരിക്കണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക്? പ്രശ്നമൊന്നുമില്ല അമ്മച്ചി, പാപ്പിന്റെ ചീത്ത. എന്തിന്? അമ്മച്ചിക്ക് ഒരു കാര്യം പറയാൻ. പറഞ്ഞു. ശരീരം മാത്രമേ ആൺകുട്ടികളുള്ളൂ, എൻ്റെ മനസ്സും ഭാഗങ്ങളൊക്കെ പെൺകുട്ടികളുടെ. ഞാനിപ്പോൾ എന്താ ചെയ്യുക അമ്മച്ചി? ഇപ്പൊ ഒരു കാര്യം ചെയ്യും, പോയിക്കോ, നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. ഓക്കെ. എന്താണ്ടി എന്റെ മുഖത്തൊരു വ്യത്യാസം? ഇന്ന് മേക്കപ്പ് ഇട്ടില്ലേ? അതൊന്നല്ല. പറയ്, എന്താന്ന് പറയും. ഇന്ന് മോനിന്റെ അടുത്ത് ഉച്ചക്ക് വന്നേ കേട്ടോ, അവൻ പറയാ അവന്റെ മനസ്സ് പെണ്ണുങ്ങളതാണ്, ഹോട്ടലിൽ ആണുങ്ങളതാണെന്നൊക്കെ. മനസ്സ് പെണ്ണുങ്ങളാണെന്നോ? മനസ്സിലായില്ലേ? അവനെ ഞാൻ കണ്ടപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ട് പോണത് കണ്ടിയോ? വെറുതെ അല്ല, ഞാൻ അവൻ കാണിച്ചതാ. വിട്. ഇനി ആ വീട്ടിൽ കണ്ട എന്താണോ വിചാരിച്ചേ? എന്താ വിചാരിച്ചേ? ഇന്റെ അന്തസ്സിനെ കുറിച്ച് എന്താണോ വിചാരിച്ചേ? ഇനി ആണാവാൻ പറ്റാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാണ്ട് ഈ വീട്ടിന്റെ പടിയെ ചവിട്ടിപ്പോരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു എൻ്റെ ആത്മഹത്യ ശ്രമം എന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ ഏറെക്കുറെ ധൈര്യമുണ്ട്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് NSS ആണ്. NSSൻ്റെ മെൻ്റൽ കെയർ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. അതിനൊരു പേടിയും പേടിക്കണ്ട. NSS എന്നും സൊസൈറ്റി അടിച്ചമർത്തുന്നവരെ കൂടെ അവരുടെ കയ്യും പിടിച്ചുണ്ടാവും എന്നും.